ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ തൂത്തവഴിയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ ഇപ്പോൾ കളിക്കാറില്ല, കുറേ നാളായിട്ട് കളിച്ചിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഒരുവിധം ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറേ നാളുകൾക്ക് ശേഷം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അത് കളിക്കാൻ ഒരു ചെറിയ വീഡിയോ ആണിത്. വീഡിയോയ്ക്ക് ഇടയ്ക്കൊന്ന് ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കുറേ നാളായി. ഓപ്പൺ ചെയ്തല്ല, എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നില്ല കുറേ നാളായിട്ട്. ഞാൻ ഇപ്പോൾ ഒന്നും കൂടിയും റീഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കളിച്ച് നോക്കാം. പുതിയ അപ്ഡേറ്റ് വല്ലതൊക്കെ വന്നോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് കളിച്ച് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരുവിധം ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കുറേ പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ ചെയ്ത് നോക്കാമെന്ന്. ഞാൻ ഒരുവിധം എല്ലാ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോസും ചെയ്ത് കഴിഞ്ഞു. അതാണ് ഞാൻ പിന്നെ പുതിയ വീഡിയോസൊന്നും ചെയ്യാഞ്ഞത്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇതിൽ മോഡ് ഞാൻ മുമ്പ് കയറ്റിയിട്ട മോഡുകൾ വല്ലതും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഗ്യാരേജിൽ പോയി നോക്കി നോക്കാം. ഗ്യാരേജിൽ ഏതാണ്ട് വണ്ടികളൊക്കെ ഉണ്ട്. ഇതേതാ മാരുതി 800 കയറ്റിയിട്ടുണ്ട്. പിന്നെ BMW M5 ഉണ്ട്. മെർസിഡീസ് ബെൻസ് ഉണ്ട്. കോനിസെഗ് ജെസ്കോ ഉണ്ട്. പിന്നെ ബസ്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഏത് വണ്ടി എടുക്കുക? BMW എടുത്താലോ? BMW എടുത്ത് ഓടിച്ച് നോക്കാം. പിന്നെ അപ്ഡേറ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. ഞാൻ പുതിയ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. നമുക്ക് ഫ്രീ മോഡ് എടുക്കാം. ഏതെങ്കിലും 2 ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഗോ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ ഒരുവിധ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിലൊരുവിധ എല്ലാ വീഡിയോസും ഉണ്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കളിച്ച് നോക്കാം. BMW M5 ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ ലുക്ക്. ഇതെന്താണ് ചുറ്റൊരു കുറേ കളർ ലൈറ്റൊക്കെ ഉള്ള പോലെ എന്താ സംഭവം എന്താണെന്നറിയില്ല. എന്തായാലും ഓടിച്ച് നോക്കാം. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി സൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ബസ് നമ്മുടെ കയ്യിൽ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും നമ്മളിപ്പോൾ പുതിയതൊന്നും കയറ്റിയതൊന്നുമില്ല. പണ്ടെങ്ങാണ്ട് കയറ്റിയതാണ്. ഈ വണ്ടികളൊക്കെ കുറച്ച് നാൾ മുമ്പ് കയറ്റിയത് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നതാണ്. അയ്യോ, ടൂറിസ്റ്റ് ബസ്സൊക്കെ കയറ്റണമെങ്കിൽ നമുക്ക് കയറ്റാം. വേറെ വീഡിയോ ചെയ്യാം. നമ്മുടെ ഒരുവിധ എല്ലാ ബസ്സുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോങ് റൂട്ടാണ്. അപ്പുറത്തേക്ക് കിടക്കാൻ. ഓക്കെ, ഈ വഴി കിടക്കാം. ഇതിൻ്റെ സ്പീഡൊക്കെ പെട്ടെന്ന് കയറും. നല്ല അടിപൊളി കാറാണ് ഇത്. പണ്ടെങ്ങാണ്ട് ഓടിച്ചത് ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ്. നമുക്ക് എന്തായാലും ഒന്ന് ബസ് സിമുലേറ്റർ എടുത്തിട്ട് ബസ് ഓടിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഒന്ന് ബസ്സും കൂടി ഓടിച്ച് നോക്കാം. ഗാരേജ് എടുത്തിട്ട് വണ്ടികൾ മാറ്റുമ്പോൾ ബസ് മാത്രം വരുന്നില്ല, ഈ വണ്ടികൾ തന്നെ വന്നുകൊണ്ടിരിക്കുക. എന്താ സംഭവമോ? വല്ല ചെറിയ ഗ്ലിച്ച് വല്ലതൊക്കെ ആയിരിക്കും, എന്താണെന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തതാണ്. എന്നിട്ടും ബസ് കാണാനില്ല. അപ്പോൾ ബസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. തൽക്കാലം നമുക്കൊരു സൂപ്പർ കാർ ഓടിക്കാം, ഹൈപ്പർ കാർ ഓടിക്കാം. നമ്മുടെ ജെസ്കോ ഓടിച്ച് നോക്കാം. കോനിസെഗ് ജെസ്കോ. ഇത് രക്ഷയില്ലാത്ത സ്പീഡാണ്, ജാതി സ്പീഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് ഓടിച്ചിട്ട് നമുക്കിത് വീഡിയോ എൻഡ് ചെയ്യാം. പിന്നെ ബസ്സിൻ്റെയൊക്കെ വേറെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജെസ്കോ, കോനിസെഗ് ജെസ്കോ. ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. സ്പീഡ് ഞാൻ നേരത്തെ വന്ന രക്ഷയില്ലാത്ത സ്പീഡാണ്. 2000 തൊട്ട് അപ്പോഴേക്കും 100 സ്പീഡ്. ഇത് 200 300 കയറുന്നതാണ്. 130. എന്തായാലും സ്ട്രെയിറ്റ് റോഡാണ്. ചെറിയ ചെറിയ വളവുകളാണ്. വണ്ടികളും അധികമല്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്പീഡ് എടുത്ത് നോക്കാം. 174. 200 വരെ എത്തുള്ളതാണ് ഈ റോട്ടിൽ. 300 എത്തിക്കാനുള്ള റോഡ് ഇവിടെ ഉണ്ടാവുമോ? സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് 300 നോക്കാം. അപ്പോൾ 198 200 അതിൻ്റെ ജസ്റ്റ് തട്ടി 205. എത്ര വരെ പോകുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല.
അയ്യോ കിട്ടിയില്ല, ബാലൻസ് കിട്ടിയില്ല. ഇരുന്നുള്ള ഒറ്റ തിരിച്ചപ്പോൾ ആകെപ്പാടത്ത് കഴിഞ്ഞ് പോയി. അപ്പം എന്തായാലും നമുക്ക് അപ്പം എന്നാലും ഇതാണ് വണ്ടി രക്ഷയില്ല, സ്പീഡൊക്കെ രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബസ്സിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും വല്ല ഡൗട്ടോ വേറെ വല്ല വീഡിയോസോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും അത്രത്തോളമായുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമില്ലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ വിളിയാം. നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.